നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആക്ടിവിസ്റ്റ് സണ്ണി എം കബിക്കാട് ഒരു പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വരുന്നു. ഇത്രയും കാലം സംഘപരിവാറിനെ കടന്നാക്രമിച്ചിരുന്ന, ജാതീയതയുടെ പേരിൽ കടന്നാക്രമിച്ചിരുന്ന ആളാണ് സണ്ണി കബിക്കാട്. സണ്ണി കബിക്കാട് ഇപ്പോൾ പറയുന്നത് വൈക്കത്ത് നിന്നും തന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു എന്നാണ്. ഏതായാലും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ വൈക്കത്ത് സീറ്റിൽ മത്സരിപ്പിക്കുന്നത് വേറൊരാളെയാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായ വിമർശനവുമായി ഇപ്പോൾ സണ്ണി എം കബിക്കാട് ഇന്നലെ തന്നെ രംഗത്ത് വന്നു. അതിനു പിന്നാലെ ദിനുവെയിൽ എന്ന ആക്ടിവിസ്റ്റും രംഗത്ത് വരികയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സംഘപരിവാർ സംഘടനകളെ കണക്കറ്റി വിമർശിക്കുകയാണ് സണ്ണി എം കബിക്കാട്. എന്താണെന്നോ ഏതാണെന്നോ യാതൊരു ബോധവുമില്ലാതെ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വലിയ ശ്രമം നടത്തുന്നു. ഏതായാലും സംഘപരിവാറിനെ ജാതീയതയുണ്ടെന്ന് ആക്ഷേപിക്കുമ്പോഴും സംഘപരിവാറിലെത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അർഹമായ പരിഗണന സംഘപരിവാർ നൽകിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യവുമാണ്. അതുപോലെ തന്നെയാണ് സംഘപരിവാർ പാളയത്തിലുണ്ടായിരുന്ന, ഒരുപക്ഷെ എൻ ഡി എയുടെ ഭാഗമായിരുന്ന, സംഘപരിവാർ പാളയം എന്ന് പറയാൻ കഴിയില്ല, രാഷ്ട്രീയപരമായി എൻ ഡി എയുടെ ഭാഗമായിരുന്ന സി കെ ജാനു ഇവിടെ നിന്നും മറുകണ്ഠം ചാടി കോൺഗ്രസിലേക്ക് പോയി. ഏതായാലും ആദ്യഘട്ട സീറ്റിന്റെ തീരുമാനങ്ങൾ വന്നപ്പോൾ, ആദ്യഘട്ട പ്രഖ്യാപനം വന്നപ്പോൾ സി കെ ജാനുവിനും സീറ്റില്ല. ഏതായാലും സി കെ ജാനുവിനെയും അതുപോലെ തന്നെ സണ്ണി എം കബിക്കാടിനെയും ഒക്കെ കോൺഗ്രസ് തള്ളുമ്പോൾ അതിനെതിരെ വിമർശനവുമായി വരുന്നത് ദിനുവെയിൽ എന്ന ആക്ടിവിസ്റ്റ് ആണ്. ദിനുവെയിൽ പറയുന്നത് രമേശ് പിഷാരടിക്കുള്ളതും സണ്ണി എം കബിക്കാടിനും സി കെ ജാനുവിനും ഇല്ലാത്തതുമായ ഒന്ന് ജാതിയുടെ പ്രിവിലേജ് ആണ് എന്നാണ്. ആക്ടിവിസ്റ്റ് സണ്ണി എം കബിക്കാടിനും സി കെ ജാനുവിനും കോൺഗ്രസ് സീറ്റ് നൽകാത്തതിന് പിന്നാലെ രൂക്ഷ വിമർശനം ഉയർത്തി ആക്ടിവിസ്റ്റ് ദിനുവെയിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിക്കുള്ളതും സണ്ണി എം കബിക്കാടിനും സി കെ ജാനുവിനും ഇല്ലാത്തതുമായ ഒന്ന് ജാതിയാണ്, അതിന്റെ പ്രിവിലേജ് ആണ്. ദിനുവെയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ദിനുവെയിൽ പറയുന്നു, കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നത്. അതിൽ വൈക്കത്ത് നിന്നും കോൺഗ്രസ് മത്സരിപ്പിക്കുമെന്ന നേരത്തെ തന്നെ സണ്ണി എം കബിക്കാടിനോട് സംസാരിച്ചിരുന്നുവെങ്കിലും സണ്ണി എം കബിക്കാടിന് സീറ്റ് ഉണ്ടായിരുന്നില്ല. വൈക്കത്ത് കെ ബിനിമോൻ ആണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത്. സമാന രീതിയിൽ സി കെ ജാനുവിനും സീറ്റ് നൽകിയില്ല. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇവിടെ ചിറയൻകീഴിലേക്ക് രമ്യ ഹരിദാസിനെ കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഒപ്പമാണ് രമേശ് പിഷാരടിയുടെ പ്രശ്നം കോൺഗ്രസ് ചർച്ച ചെയ്യുകയാണ്. ആ സീറ്റ് വളരെ കേരളത്തിലെ തന്നെ ബി ജെ പിയുടെ മുഖമായ, ബി ജെ പിയുടെ രാഷ്ട്രീയ മുഖം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയമായി കേരളത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വനിതാ നേതാവില്ല. അത്തരമൊരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിപ്പിക്കുമ്പോൾ, രമേശ് പിഷാരടിയെ പോലെ ഒരാളെ മത്സരിക്കുമ്പോൾ ആ സീറ്റ് തീർച്ചയായും ശോഭാ സുരേന്ദ്രന് കിട്ടും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. ശോഭാ സുരേന്ദ്രനെ ജയിക്കാൻ അനുകൂലമായി ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അതിന് കാരണം കോൺഗ്രസ് ആണെന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ ചതിച്ചു എന്ന് പറയാൻ കഴിയില്ലെന്നും വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല എന്നുമൊക്കെയാണ് സണ്ണി കബിക്കാട് പറയുന്നത്. യു ഡി എഫ് ഇങ്ങോട്ട് വന്ന സീറ്റ് ഓഫർ ചെയ്തതാണെന്നും രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് തീരുമാനങ്ങൾ മാറാനുള്ള അവസരം അവർക്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തിൽ പറ്റിച്ചു എന്ന വാക്കില്ലെന്നും അവർക്ക് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല എന്നുമൊക്കെയാണ് സണ്ണി കബിക്കാട് പറയുന്നത്. ഏതായാലും സണ്ണി കബിക്കാടിന് പറ്റിയ വമ്പൻ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണ മണിക്കുട്ടൻ പണിയന് നേരത്തെ ബി ജെ പി സീറ്റ് ഓഫർ ചെയ്തിരുന്നെങ്കിലും ബി ജെ പി സീറ്റ് പ്രഖ്യാപിക്കുക പോലും ഉണ്ടായി. എന്നാൽ ചില ആൾക്കാർ, ദളിത് ആക്ടിവിസ്റ്റുകൾ തന്നെ അതിനെതിരെ രംഗത്ത് വന്നതോടെ മണിക്കുട്ടൻ പണിയൻ പിന്മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എത്രത്തോളം ഇപ്പോൾ അവരെ ആരെയും തന്നെ, കോൺഗ്രസിന്റെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു അയാൾ, എന്നിട്ട് പോലും അയാളെ ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിവാദങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു വസ്തുതയുണ്ട്, സ്ഥാനാർത്ഥിത്വം അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നതല്ല, ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നതാണ്, ഇങ്ങോട്ട് ഓഫർ ചെയ്ത് വന്നതാണ്. അവർ രാഷ്ട്രീയ സത്യസന്ധത കാണിക്കുമെന്ന് വിചാരിച്ചു, എന്നാൽ അത് നടന്നില്ല എന്നൊക്കെയാണ് സണ്ണി കബിക്കാട് ഇപ്പോൾ വിലപിക്കുന്നത്. അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ല, എന്നാലും തന്നോട് കാണിച്ച തെറ്റ് തന്നെയാണെന്ന് സണ്ണി എം കബിക്കാട് ഉറപ്പിച്ചു പറയുന്നു. സാഹചര്യം അനുസരിച്ചും സ്വാധീനം അനുസരിച്ചും സീറ്റുകൾ മാറാം, എന്നാൽ സീറ്റ് കിട്ടാൻ പ്രത്യേകം പിറകെ നടന്ന ആളല്ല താൻ, അവർ ഓഫർ ചെയ്ത് വന്നതാണ്, അവർക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ സണ്ണി കബിക്കാട് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. 55 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അസമിലും കേരളത്തിലും പുതുച്ചേരിയിലും ഏപ്രിൽ 9-നാണ് തെരഞ്ഞെടുപ്പ്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 29-ന് വോട്ടെടുപ്പ് നടക്കും. ഒറ്റഘട്ടമായാണ് 3 സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 23-നും രണ്ടാം ഘട്ടം ഏപ്രിൽ 29-നും നടക്കും. മെയ് 4-നാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ട് എണ്ണുക.
4 സംസ്ഥാനങ്ങളുടെയും വോട്ടെണ്ണൽ അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തീയതികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടത്. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും സണ്ണി എം കബിക്കാടിനെയും CK ജാനുവിനെയും ഒക്കെ മാറ്റി നിർത്തിയപ്പോൾ ഈ കോൺഗ്രസ് പറയുന്ന ദളിത് പ്രേമം അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം, അവരോടുള്ള കരുതൽ, മതനിരപേക്ഷത എന്നൊക്കെയുള്ളത് അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്.